ഞാൻ അറിഞ്ഞ വെച്ച് അയാളൊരു ചെറിയ പെണ്ണിനെ കിട്ടിയിരിക്കുന്നേ. അയാളൊരു കാഞ്ഞ വിത്ത. നീ ഇത്രയും നാളും കണ്ടതുപോലെ അത്ര എളുപ്പമാവില്ലടാ. ഇത് എളുപ്പമാവില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ. ആരാ? ഞാൻ ശാന്തനു. ആ, ചന്ദ്രൻ വിളിച്ച് പറഞ്ഞിരുന്നു. അകത്തേക്ക് ഇരിക്കും. ഓ. തന്റെ വീട് എവിടെയാന്ന് പറഞ്ഞത്? പാലക്കാട്. ചന്ദ്രൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ ദേവി പ്രതിഷ്ഠയുള്ള ഒരു വീടാണ്. പൂജയും കർമ്മങ്ങളൊക്കെ അതിന്റെ മുറക്കി നടക്കും. ആ, താനൊരു ബ്രാഹ്മണനാണല്ലോ, അറിയാലോ. അതൊരു ബുദ്ധിമുട്ടാവരുത്. ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. തനിക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ല, താൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവരുതെന്നാണ് പറഞ്ഞത്. ഇല്ല, ബുദ്ധിമുട്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കും. ഇത് താക്കോൽ. സമയ ജാതഃ അഹം ഗച്ഛാമി. ഓ, അഹം കലാലയത് സാക്ഷാത് വിചാരസത്രം ഗച്ഛാമി. ദിനദയാനന്തരമേ ആഗമിഷ്യാമി. ശരി, ഞാൻ ഇറങ്ങാണ്. അതെ, എന്റെ ഭാര്യയാണ്. എന്നാ ശരി, ഇറങ്ങല്ലേ? ഓക്കെ, ശരി. ആ, പിന്നൊരു കാര്യം, അവിടെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. നന്നായിട്ടൊന്ന് വൃത്തിയാക്കേണ്ടി വരും. പിന്നെ ഇതിനു മുന്നേ താമസിച്ച ആളുടെ ഒരുപാട് സാധനങ്ങളും അവിടെ ഉണ്ട്. ഞാൻ ക്ലീൻ ചെയ്തോളാം. ശരി. നോക്ക്, മുഖത്ത് ടവലും കെട്ടി ആമയുടെ ഫിഗറും ചെയ്തിരിക്കുക. ഇനി തീവ്രവാദിയാണ്. ആരാ ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? I am ഹരികൃഷ്ണൻ. I am also ഹരികൃഷ്ണൻ. I call him Hari, he call me Krishnan. Together we are Harikrishnans from association. ഓ, അഡ്വക്കേറ്റ്സ് ആണോ? അല്ല, ബ്രോക്കേഴ്സാ. മനസ്സിലായില്ല. അല്ല, ഞങ്ങളുടെ നാട്ടിലെ മെയിൻ ബ്രോക്കേഴ്സാ. അനി ഞാനെന്ത് വേണം? എന്ത് വേണോന്നാ? ഞങ്ങൾ അറിയാതെ ഇവിടെ ഒരു കച്ചവടവും നടക്കൂല. ഞങ്ങൾ അതിന് സമ്മതിക്കാറില്ല. അങ്ങനെയുള്ള ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ തന്നെ ആര് ഇവിടെ കൊണ്ടുവന്നു? എന്തിനോടെ കൊണ്ടുവന്നു? അതിന് അയാൾക്ക് എത്ര കമ്മീഷൻ കിട്ടി? അതറിയാതെ ഈ ഹരീഷൻസ് ഇവിടുന്ന് പോവൂല. അല്ല, നിങ്ങളല്ലല്ലോ എനിക്ക് ഈ വീട് എടുത്തു തന്നത്. പിന്നെ ഞാനെന്തിനാ നിങ്ങൾക്ക് കമ്മീഷൻ തരണം? അല്ല, അതൊരു നോക്കുകൂലായിട്ട് കണ്ടാ മതി. അത് ഈ നോക്കൂലി ഒന്നും ചോദിക്കാൻ പാടില്ലെന്നല്ലേ പാർട്ടി പറഞ്ഞേക്കുന്നത്? അല്ല, ഈ നോക്കൂലി ചോദിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വാങ്ങിക്കാൻ പാടില്ല എന്ന് ഒരു പാർട്ടിയും പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ചേട്ടാ, ഈ നോക്കുകൂലിയൊന്നും തരാൻ എന്റെ കൈ കാശില്ല. ഞാൻ ഈ വീട് വൃത്തിയാക്കാൻ ഒരാളെ കിട്ടുമോ എന്ന് നോക്കിയിരിക്കായിരുന്നു. ഈ വീട് മൊത്തം വൃത്തിയാക്കി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചോദിക്കുന്ന കാശ് തരാം. കൃഷ്ണ, ഈ വീട് മൊത്തം വൃത്തിയാക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്തരം പറയല്ലേ. ഒരു കുഴപ്പമില്ല, ഒരു വീട് എങ്ങനെ വൃത്തിയാക്കണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. സാറ് കാശേട് സാറേ, ഈ വീടിന്റെ കൊട്ടേഷൻ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് വിളി സാറേന്നൊക്കെ? അല്ല, കാശേരാന്ന് പറഞ്ഞ ഏത് തെണ്ടിയാ ഞാൻ സാറേന്ന് വിളിക്കും? ഒരു കാര്യമില്ല, കാശ് കൊടുത്തതിന് സ്വന്തം തന്തേ കയറി സാറേന്ന് വിളിച്ചതാ ഇവൻ. പൈസ എടുക്കണടാ. ഇങ്ങോട്ടെടു സാറേ, ചുമ്മാ പൈസ ഇട്ട് എന്നാതാ.
അപ്പൊ ഹരികൃഷ്ണൻസ് അസോസിയേഷൻ ഈ കേസിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഏ അല്ല, പോയി പൻസാരനൊക്കെ എടുത്തിട്ട് വരാന്ന്. ഓ ആയിക്കോട്ടെ. അതെ, ഈ വീടും പരിസരവും അത്ര ശരിയല്ലെന്നാണ് നാട്ടുകാരുടെ പൊതുവെയുള്ള സംസാരം. പല ദുരാത്മാക്കളും ഇവിടെ കറങ്ങിയടിച്ച് നടപ്പുണ്ടെന്നാണ് പറയണത്. കുഴപ്പമില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങള് വേറെ വീടെടുത്ത് തരാം. ശരിക്കും ആ ഞാനും ഒരു പ്രേതത്തെ കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ഇനി ഏതായാലും ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല ചേട്ടാ, നിങ്ങൾ ചെല്ലേ. ഞാൻ പറഞ്ഞേ എത്തില്ലടാ. നല്ല കാര്യമുണ്ടാ. അങ്ങനെ ഓരോ കാര്യം. പിന്നല്ലാതെ. അപ്പൊ ഞങ്ങൾ പോയിട്ട് 1 മണിയാകുമ്പോ വരാം. വന്നാ മതി. അപ്പൊ ശരി. ഏതൊരു മണി? എല്ലാ ദിവസവും 1 മണിയുണ്ടല്ലോ. സാറെന്താ ബാഗൊക്കെ ആയിട്ട് രാവിലെ കോളേജിലേക്കാണോ? ഇപ്പം കൊള്ളയിലേക്കാണ്. അവിടെ നിന്ന് തിരുവനന്തപുരം വരുന്നു പോകും. ആ. ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാം. എന്നാ തിരിച്ച്? ഒരു ദിവസത്തെ പരിപാടിയാണ്. നാളെ കഴിഞ്ഞെത്തും. നിങ്ങളുടെ ക്ലീനിങ് ഒക്കെ എവിടെ വരുത്തി? ഇല്ല, തുടങ്ങിയതേ ഉള്ളൂ. ഓ, അപ്പൊ ശരി, നടക്കട്ടെ. വന്നിട്ട് കാണാം. ശരി. എന്താ? ഒരു നല്ല പാട്ട് കേട്ടു. പാട്ടുകാരി ആരാന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്തിന്? കോംപ്ലിമെന്റ്സ് കൊടുക്കാൻ. എന്നാ ആ പാട്ടുകാരിക്ക് തന്നെ നേരിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാ ഞാൻ ചെല്ലട്ടെ, വീട് ക്ലീൻ ചെയ്യാനുണ്ട്. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ടോക്കൺ നമ്പർ 5. ഇത് 5. ഒന്ന് നിർത്തോ. ഹലോ. ആ, നീ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിരുന്നു. മാനേജർ എന്നെ വിളിച്ചിരുന്നു. ആ ഉവ്വ. നിനക്കെന്തിനാ ഇത്രയും വലിയ എമൗണ്ട്? അത് രഘു വിളിച്ചിരുന്നു. അയാൾ നാട് വിട്ടു പോവാത്രേ. കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. അവനെന്തെങ്കിലും ഉണ്ടെ എന്നെ വിളിച്ചാ പോരെ. നിന്നെന്തിനാ ശല്യപ്പെടുന്നു? അത് പിന്നെ നിങ്ങളടുത്ത് ചോദിച്ചാ ആ കാര്യം നടക്കില്ലെന്നറിയാം. ഇതിപ്പം കുറേയായി. എന്താ അവന്റെ ഉദ്ദേശം? അതോർത്ത് നിങ്ങൾ പ്രഷർ കൂട്ടണ്ട. അവന് തലയ്ക്ക് സ്ഥിരതയുള്ളതല്ലാന്നറിയാലോ. കൊടുത്ത് ഒഴിവാക്കുന്നതാ നല്ലത്. പിന്നൊരു കണക്കിന് നോക്കിയാ അഹല്യയ്ക്കും കൂടി വേണ്ടി തന്നെയല്ലേ. ഭർത്താവിന്റെ സ്നേഹം കാണിക്കാൻ കിട്ടിയ അവസരമാണെന്ന് കരുതിയാ മതി. മതി, നിർത്തിക്കോ. ഇതോടെ അവനോട് ആശ്രമം വീട്ടിലേക്കുള്ള വഴി മറന്നേക്കാൻ പറഞ്ഞേക്കും. ചേട്ടാ പോവാ. ഗൗതമൻ സാറ് വിളിച്ചിട്ട് എന്താ നിങ്ങൾ ഫോൺ എടുക്കാത്ത? എനിക്ക് അയാളോടൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. സാറിന്റെ വീട്ടിൽ നിന്ന് പോന്നേ പിന്നെയാ നിങ്ങക്ക് ഈ കഞ്ചാവടിയും പ്രാന്തും ഒക്കെ. അതുകൊണ്ട് ചോദിച്ചാ. നീ എനിക്ക് ഭ്രാന്താണെന്ന് ഉറപ്പിച്ചോ? അങ്ങനെ അല്ല അണ്ണാ, നാട്ടുകാർ പലതും പറയുന്നുണ്ട്. അറിയാടാ സുമേഷേ, ഞാൻ ഈ നാട് വിട്ടു പോവുക. ഞാൻ ഈ നാട് മടുത്തു. നിങ്ങളോടി പോയാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവും. ആരുമില്ലാത്ത എനിക്ക് നിങ്ങളൊരു ധൈര്യമായിരുന്നു. ഈ ഭ്രാന്തെന്ന് വിളിയും കിട്ടി എത്ര നാളെന്ന് വെച്ചാ. എവിടെ പോയാലും നീ ഇവള് എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. എനിക്ക് എപ്പോഴാണെങ്കിലും ഇവിടെ കയറി വരാമല്ലോ. ഇത് എന്നെ കൊണ്ട് വീടല്ലേടാ. അണ്ണം വരണം. എൻ്റെ കുഞ്ഞിന് അണ്ണം വേണം, പേരിടാനും മൂലിയിട്ടാനും. അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരൂടാ. എൻ്റെ കുഞ്ഞിന് പൊന്നരിഞ്ഞാണായിട്ട്. എന്നിട്ട് വലുതാകുമ്പോൾ നീ പറയണം, ആദ്യം പേര് ചൊല്ലി വിളിച്ചത് ഈ ഭ്രാന്തം വല്യച്ഛനാണെന്ന്. ഇതൊടിച്ച 3 ഗുണം കാണും. എന്താ ചുമ്മാ സൗണ്ട്? പൂത്തച്ചാറും
എന്തെങ്കിലും ആവട്ടെ. വണ്ടിരുന്ന് മോള് പോലെ മോളാ ഒഴിയടാ. എത്രയുണ്ട് കുമാരാ? 2 പേർക്കുള്ളതും കിട്ടിയിട്ടുണ്ടേ. ആ, ഇരിക്കാനാ ഒരെണ്ണം ഒഴിക്കട്ടാ. ആഹാ, ഇതുണ്ടായിട്ടാണ് എന്നെ ഈ രാത്രി തെങ്ങേ കയറ്റിയത്. എന്റെ കുമാരേട്ടാ, ഇനി സ്കോച്ച് അടിച്ചാൽ ശരി, കുമാരേട്ടന് 2 കുപ്പി കള്ളില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ആഘോഷം. നിന്റെ സമയം നല്ലതാടാ. ഇന്ന് ആരെ പറ്റിച്ച്? എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോഴായിരിക്കും ഇന്ന് ആരും പറ്റിക്കരുത്. പക്ഷെ ദിവസം ഒരുത്തനേലും പറ്റിച്ചില്ലെങ്കിൽ മനസ്സിന് ഭയങ്കര കുറ്റബോധം. അത് നല്ല തല്ല് കിട്ടാത്തതിന്റെ കുഴപ്പം. എനിക്കാണെങ്കിൽ ചങ്ക് പൊട്ടുന്ന വേദനയാണ്. ആ വേദന ഉണ്ടാവും. എടാ, ചിട്ടി നടത്തി നാട്ടുകാരെ പറ്റിച്ച് നാരായണന്റെ മോനല്ലേ നിന്റെ അച്ഛൻ. നിന്റെ അച്ഛനെ പറഞ്ഞ കേട്ടില്ലടാ, പ്രതികരിക്കടാ. അങ്ങനെ പ്രതികരിക്കണമെങ്കിലേ ഞാൻ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരുടെ അടുത്ത് നിന്ന് പ്രതികരിക്കേണ്ടി വരും. അതെ, 2 പേരും കൂടി കുടിക്കുന്ന കള്ളിന്റെ പറ്റു കുറയായി. എന്റെ കാശ് മര്യാദ തന്നില്ലെങ്കിലേ ദേ ഈ കത്തിയെടുത്ത് ഞാൻ മാങ്ങാ പൊണ്ണ പോലെ പോളും. എന്റെ സ്വഭാവം അറിയാലോ. പിന്നെ പൂളും പൂളും. ഇന്നലെ ആ ദിനേശൻ നിന്നെ കവലിട്ട് പട്ടി എടുക്കും പോലെ അടിച്ചിട്ട് നീ എന്താ ചോദിക്കാത്ത? ചോദിക്കും. 4 ആള് കൂടുന്നിടത്തെ എനിക്ക് അവനൊന്ന് കിട്ടട്ടെ. പിന്നെ കിട്ടിയ അയാളം കൊല്ലത്ത്. നീ എന്താ കളിയാക്കണ? ആ ദിനേശൻ അങ്ങനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അവനെ ഞാൻ. എന്താ കുമാരേട്ടാ? അയ്യോ കുപ്പി. അത് കുഴപ്പമില്ല, 1 കുപ്പി കള്ളല്ലേ പൊട്ടിയുള്ളൂ. 9 കുപ്പി ഇന്ന് രാത്രി തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നരാം. അതെവിടുന്ന്? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മിണിയുടെ വീട്ടിലാ തെങ്ങേ കയറാൻ പോവാ ഞാൻ. ഈ കുമാരേട്ടൻ അമ്മണിയുടെ തെങ്ങിലല്ലേ ഇറങ്ങണം, അല്ല വീട്ടിലല്ലേ? നിന്റെ വീട്ടിൽ കയറാനൊന്നും വന്നില്ലല്ലോ. മിണ്ടായിരുന്നു കഴിക്കടാ.